ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമീപകാലത്തെ PSC എക്സാമുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് IT സെഷനിലെ ഹാർഡ്വെയർ ഭാഗത്തെ നെറ്റ്വർക്ക് ഡിവൈസസ് എന്ന ആ ഒരു ടോപ്പിക്. അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നെറ്റ്വർക്ക് ഡിവൈസസുകൾ? ഒരു നെറ്റ്വർക്കുകളിലെ കമ്പ്യൂട്ടർ അഥവാ നോഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുവാനും ഡാറ്റകൾ കൈമാറ്റം ചെയ്യുന്നതിനും വേണ്ടി അവയെ സഹായിക്കുന്ന ഉപകരണങ്ങളാണ് നെറ്റ്വർക്ക് ഡിവൈസസുകൾ. അവ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മോഡം. മോഡം എന്നാൽ മോഡുലേറ്റർ ആൻഡ് ഡിമോഡുലേറ്റർ എന്നതിൻ്റെ ചുരുക്കമാണ് മോഡം എന്നത്. മോഡത്തിൻ്റെ സ്പീഡ് അളക്കുന്ന യൂണിറ്റാണ് ബിറ്റ്സ് പെർ സെക്കൻഡ്. എന്താണ് മോഡം ചെയ്യുന്ന പ്രവർത്തനം? ടെലിഫോൺ ലൈൻ വഴി വരുന്ന അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലുകളാക്കി കൺവേർട്ട് ചെയ്യുന്നു. ഇതിനെ മോഡുലേഷൻ എന്ന് പറയുന്നു. അനലോഗ് സിഗ്നൽ ആയി വരുന്ന ടെലിഫോൺ ലൈനിലൂടെ അനലോഗ് സിഗ്നൽ വരുമ്പോൾ അവയെ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റുന്നു. ഇതിനെ എന്ത് പറയുന്നു? മോഡുലേഷൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ കമ്പ്യൂട്ടറുകളിൽ നിന്നുള്ള ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കി മാറ്റുന്നതും ഈ മോഡമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രവർത്തനവും മോഡം ചെയ്യുന്നു. മോഡുലേഷൻ നൽകുന്നു, ഡിമോഡുലേഷനും ഈ രണ്ട് പ്രവർത്തനം ചെയ്യുന്നു. അതാണ് മോഡുലേറ്ററിൻ്റെ പ്രവൃത്തി. ടെലികോം കമ്പനികൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫോൺ ലൈൻ സംവിധാനമാണ് ISDN. ISDNൻ്റെ ഫുൾ ഫോമാണ് ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ISDN ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്ന മോഡത്തെ നമ്മൾ ISDN മോഡം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ISDN പ്രൊവൈഡ് ചെയ്യുന്ന BSNL പോലുള്ള കമ്പനികളെ നമ്മൾ എന്ത് പറയുന്നു? ISDN ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നു. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഹബ്ബ്. എന്താണ് ഹബ്ബ്? ഒരു വയേർഡ് ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒന്നിലധികം അല്ലെങ്കിൽ ഒരുപാട് ഡിവൈസസുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹബ്ബ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണത്? നോക്കൂ, ഇവിടെ ഇത് ഹബ്ബാണ്. ഒരുപാട് കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ ഒരുപാട് നോഡുകൾ ചുറ്റുമുണ്ട്. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ നിന്നും ഈ നോഡിൽ നിന്നും നമുക്ക് ഡാറ്റ മറ്റുള്ളവരിലേക്ക് എത്തണം. അപ്പോൾ ആദ്യം ഈ നോഡിൽ നിന്നും ഡാറ്റ ഇവിടെ എത്തുകയും പിന്നീട് ഇങ്ങോട്ടും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നു. ഇങ്ങനെയാണ് ഹബ്ബിൽ പ്രവർത്തനം നടക്കുന്നത്. എന്നാൽ ഹബ്ബ് ഒരു ചീപ്പ് ഉപകരണമാണ്. അതുപോലെ തന്നെ ഹബ്ബിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോരായ്മയാണ് അനാവശ്യമായിട്ടുള്ള ട്രാഫിക് ഉണ്ടാക്കുന്നു. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോഡിൽ നിന്നും അതുപോലെ ഈ നോഡിൽ നിന്നും ഇതിൽ നിന്നെല്ലാം ഈ ഹബ്ബിലേക്ക് എന്ത് വരും? ഡാറ്റ വരും. ഇങ്ങനെ ഒരുപാട് ഡാറ്റ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് കുറയും. ബാൻഡ് വിഡ്ത്ത് കുറയുന്നത് മൂലം എന്താവും? ഒരുപാട് ട്രാഫിക് ഉണ്ടാക്കും. എന്താണ് ബാൻഡ് വിഡ്ത്ത് എന്നല്ലേ? ബാൻഡ് വിഡ്ത്ത് എന്ന് വെച്ചാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ മാധ്യമത്തിലൂടെ കടത്തിവിടാൻ കഴിയുന്ന മാക്സിമം ഡാറ്റയുടെ അളവാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അനാവശ്യമായ ട്രാഫിക് നമുക്ക് എങ്ങനെ കുറയ്ക്കാം നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് സ്വിച്ച് എന്ന് പറഞ്ഞ ഉപകരണം. എന്താണ് സ്വിച്ച്? സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിച്ച് ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻ്റലിജൻ്റ് ഉപകരണമാണ് സ്വിച്ച്. ഇൻ്റലിജൻ്റ് എന്ന വാക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സ്വിച്ച് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കാഴ്ചയിൽ സ്വിച്ച് ഹബ്ബിനോട് സാമ്യമുണ്ടെങ്കിലും സ്വിച്ചിന് ഹബ്ബിനേക്കാൾ നല്ല പ്രവർത്തനക്ഷമതയുണ്ട്. സ്വിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ മുൻകൂട്ടി ഈ നോഡിൻ്റെയും അതുപോലെ തന്നെ ഈ കംപ്ലീറ്റ് നോഡുകളുടെയും MAC അഡ്രസ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഡാറ്റ ഈ നോഡിൽ നിന്നും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെയെങ്കിൽ ഈ നോഡിൽ നിന്നും ഇവിടെ എത്തുന്ന ഡാറ്റയെ നമ്മൾ ഇപ്പോൾ ഈ നോഡിലേക്കാണ് എത്തണമെങ്കിൽ ഈ നോഡിൻ്റെയും MAC അഡ്രസ്സുകൾ തമ്മിൽ കമ്പയർ ചെയ്യുകയും അങ്ങനെ കൃത്യമായിട്ട് ഈ ഡെസ്റ്റിനേഷനിലേക്ക് ആ ഡാറ്റയെ എത്തിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഈ നോഡിൽ നിന്നും ഇതിലേക്ക് പോകണമെങ്കിലും അതുപോലെ തന്നെ ഈ നോഡിലേക്ക് പോകണമെങ്കിലും ഇങ്ങനെ കൃത്യമായി അഡ്രസ്സുകൾ കമ്പയർ ചെയ്തിട്ടാണ് സ്വിച്ച് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ട്രാഫിക് വളരെയധികം നന്നായിട്ട് കുറയ്ക്കാൻ സാധിക്കും.
അതുപോലെ അപ്പോൾ ശ്രദ്ധിക്കണം, ഒരു അനാവശ്യമായ ട്രാഫിക് ഉണ്ടാക്കുന്ന ഇതെന്ന് ചോദിച്ചാൽ ഹബ്ബും അതുപോലെ തന്നെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഹബ്ബ് അല്ലെങ്കിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഉപകരണം. ഈ ഡാറ്റ കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? സ്വിച്ചും. അത് രണ്ടും നമ്മൾ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് റിപ്പീറ്റർ. അപ്പോൾ എന്താണ് റിപ്പീറ്റർ? വിനിമയ മാധ്യമത്തിലൂടെ വരുന്ന വൈദ്യുത കാന്തിക പ്രകാശ തരംഗങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഉപകരണമാണ് റിപ്പീറ്റർ. എന്തെന്നാൽ ഇപ്പോൾ സിഗ്നലുകൾ ഒരുപാട് ദൂരം സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് എന്താവും? വീക്കാവും. എന്നാൽ റിപ്പീറ്റർ അവിടെ സ്ഥാപിച്ചാൽ ആംപ്ലിഫൈ ചെയ്തത്, അതായത് റിപ്പീറ്റർ ഈ സിഗ്നലുകളെ ആംപ്ലിഫൈ ചെയ്യുകയും കൃത്യമായിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഇതാണ് റിപ്പീറ്റർ കൊണ്ടുള്ള ഉപകാരം. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ബ്രിഡ്ജ്. എന്താണ് ബ്രിഡ്ജ്? നെറ്റ്വർക്കുകളെ സെഗ്മെൻറ്റുകളാക്കി അവയെ പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ബ്രിഡ്ജ്. ബ്രിഡ്ജ് എന്ന് പറയുന്നൊരു വാക്ക് വരുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരുന്ന? ഒരു പാലം. നോക്കൂ, ഇത് ഒരു ലാൻ നെറ്റ്വർക്ക് ആണ്. ഇവിടുത്തെ കമ്പ്യൂട്ടറുകളാണ് 1 2 3 4. അതുപോലെ തന്നെ ബ്രിഡ്ജ് ഇത് ലാൻ ബി. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് കമ്പ്യൂട്ടറുകളെയും അതുപോലെ തന്നെ ഇവിടുത്തെ 1 2 നോഡുകളെയും തമ്മിൽ ബന്ധിപ്പിക്കണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബ്രിഡ്ജ്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ലാനുകൾ തമ്മിലോ അല്ലെങ്കിൽ വാനുകൾ തമ്മിലോ നമുക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം. അതിൻ്റെ സെഗ്മെൻറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ സെഗ്മെൻറ്റുകൾ, ഭാഗങ്ങൾ. നെറ്റ്വർക്കിനെ കംപ്ലീറ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റുകളാക്കിയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത ഡിവൈസാണ് റൂട്ടർ. അപ്പോൾ എന്താണ് റൂട്ടർ? റൂട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നെറ്റ്വർക്കുകളെ, അതായത് ഒരേ ടൈപ്പും സെയിം പ്രോട്ടോക്കോളുമുള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ്. സെയിം പ്രോട്ടോക്കോളും അതുപോലെ തന്നെ നെറ്റ്വർക്കുകളെ തമ്മിൽ, നമ്മൾ നേരത്തെ ഇതുവരെ പഠിച്ചത് നോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റൂട്ടറും അതുപോലെ തന്നെ ഗേറ്റ് വേയും യൂസ് ചെയ്യുന്നത്. ഇവിടെ റൂട്ടർ സെയിം പ്രോട്ടോക്കോൾ ആയിരിക്കണം. എക്സാമ്പിളായിട്ട് ലാനുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ അതുപോലെ തന്നെ വാനുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? റൂട്ടർ ഉപയോഗിക്കാം. ഈ റൂട്ടർ നോഡുകളുടെ അഡ്രസ്സും അതുപോലെ തന്നെ നെറ്റ്വർക്കിൻ്റെ അഡ്രസ്സും ഓൾറെഡി അത് ശേഖരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇവ കൃത്യമായിട്ട് നെറ്റ്വർക്കിൻ്റെ അതായത് നോഡിൻ്റെയും അഡ്രസ്സ് തമ്മിൽ കമ്പയർ ചെയ്ത് ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്തിലൂടെ എന്ത് ചെയ്യും? കൃത്യമായിട്ട് ഡാറ്റകൾ എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ട്രാഫിക് കുറയ്ക്കാൻ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഇനി അടുത്ത ഡിവൈസ് ഏതാണെന്ന് നോക്കാം. അടുത്ത ഡിവൈസാണ് ഗേറ്റ് വേ. ഗേറ്റ് വേ എന്ന് വെച്ചാൽ വിവിധ തരത്തിലും അതുപോലെ ഡിഫറെൻറ്റ് പ്രോട്ടോക്കോളിലും വർക്ക് ചെയ്യുന്ന നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗേറ്റ് വേ യൂസ് ചെയ്യുന്നത്. ഈ ഒരു തരത്തിലുള്ള പ്രോട്ടോക്കോളിനെ മറ്റൊരു തരത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈ ഗേറ്റ് വേക്ക് സാധിക്കും. അതുകൊണ്ട് ഈ ഗേറ്റ് വേ പ്രോട്ടോക്കോൾ കൺവേർട്ടർ എന്നും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു നെറ്റ്വർക്കിൽ നിന്നും മറ്റൊരു നെറ്റ്വർക്കിലേക്കുള്ള പ്രവേശന കവാടമായിട്ടും ഗേറ്റ് വേ അറിയപ്പെടുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നോക്കൂ, വിവിധ തരത്തിലുള്ള പ്രോട്ടോക്കോൾ. ഇത് പ്രീവിയസ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത്. എന്നാൽ റൂട്ടർ നോക്കൂ, ഒരേപോലുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ, അതായത് ഒരുപോലെയുള്ള പ്രോട്ടോക്കോൾ. എന്നാൽ ഗേറ്റ് വേയിലേക്ക് നമ്മൾ വരുമ്പോൾ ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾ, അത് കൃത്യമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ഭാഗമാണ്. അത് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടിയാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സിൽ പെട്ടതാണ് മോഡം അതുപോലെ തന്നെ മൾട്ടിപ്ലെക്സർ. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിൽ പെട്ടതാണ് NIC, ഹബ്ബ്, സ്വിച്ച്, റൂട്ടർ, ബ്രിഡ്ജ് ആൻഡ് ഗേറ്റ് വേ. ഈ മൾട്ടിപ്ലെക്സർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സോഴ്സുകളിൽ നിന്നും വരുന്ന ഡാറ്റകളെ ഒരൊറ്റ ചാനൽ വഴി കടത്തിവിടുന്നതാണ് മൾട്ടിപ്ലെക്സർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ വഴി വരുന്ന ഡാറ്റകളെ അതിനെ വിവിധ തരത്തിലേക്കാക്കി വിവിധ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന, അതായത് മൾട്ടിപ്പിൾ ചാനലിലൂടെ പിന്നീട് അവയെ കൃത്യമായ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ യൂസ് ചെയ്യുന്ന ഉപകരണമാണ് ഡീമൾട്ടിപ്ലെക്സർ എന്ന് പറയുന്നത്. ഇത് NCERT-യിൽ കൊടുക്കുന്ന 2 കാര്യങ്ങൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റും ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നോക്കേണ്ടത് കൃത്യമായിട്ട് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ നമ്മൾ പറയാത്തൊരു കാര്യമാണ് NIC.
NIC എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. നോക്കൂ, ഇതാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. ഇത് കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിനോട് ചേർന്ന് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഗമായിട്ടാണ് ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് കാണുന്നത്. ഇത് കമ്പ്യൂട്ടറിനെ ഒരു നെറ്റ്വർക്കുമായിട്ട് ബന്ധിപ്പിക്കാനാണ് യൂസ് ചെയ്യുന്നത്. അതായത് കമ്പ്യൂട്ടറിൻ്റെയും നെറ്റ്വർക്കിൻ്റെയും ഇടയിലൊരു ഹാർഡ്വെയർ ഇൻ്റർഫേസ് ആയിട്ടാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് പ്രവർത്തിക്കുന്നത്. ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡാണ് കമ്പ്യൂട്ടറുകൾക്ക് MAC അഡ്രസ്സ് നൽകുന്നത്. നോക്കൂ, സമീപകാലത്ത് വന്ന 2 PSC എക്സാമുകൾ, അതായത് LDC എക്സാമുകളിൽ, LDC വെബ് കോയിൽ അതുപോലെ തന്നെ എക്സ് സർവീസ്മാനിൽ വന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. നോക്കൂ, താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിയുന്നത് ആർക്കാണ്? നോക്കൂ, അതേതാണ്? ഗേറ്റ്വേ. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞത് കട്ട് ഓഫ് പേസ്റ്റ് പോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. പിന്നീട് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡാഷ് വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? അതും ഗേറ്റ്വേ ആണ്. അപ്പോൾ നമ്മൾ കട്ട് ഓഫ് പേസ്റ്റ് പോലെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു എസ്പെഷ്യലി LDC എക്സാമുകൾക്ക് വരെ വന്നൊരു ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് നോക്കുക. PSCക്ക് വായിക്കുമ്പോൾ വരികൾക്കിടയിലൂടെ വായിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ വായിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കി വരികൾക്കിടയിലൂടെ വായിക്കുക. അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള പുതിയ ടോപ്പിക്കുകളായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ അത്തരം ടോപ്പിക്കുകൾ നിങ്ങൾക്ക് എത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.